ഈ ലിപ്സ്റ്റിക്കും അതുപോലെ നെയിൽ പോളിഷൊക്കെ ക്യാൻസറിന് കാരണമാവോ? ടെക്നിക്കലി നോ. ഡയറക്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഇല്ല. പക്ഷേ അതിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് അഗൈൻ നമ്മളിപ്പോൾ മറ്റേ ഫുഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ നമ്മൾ എന്ത് കെമിക്കൽസ് ആണോ യൂസ് ചെയ്യുന്നത്, ചില കോമ്പൗണ്ട്സ് ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ WHO ഒരു ലിസ്റ്റ് ഉണ്ട് ഏതൊക്കെയാണ് ക്യാൻസർ കോസിങ് ഏജൻസ് എന്നുള്ളത്. അതിപ്പോൾ ലിപ്സ്റ്റിക്കിലും നെയിൽ പോളിഷിലും ഇപ്പോൾ ചീപ്പ് ബ്രാൻഡ്സിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരത് യൂസ് ചെയ്യേണ്ട, അവർക്കൊരു ക്വാളിറ്റി കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ കാലം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വരാം. അപ്പോൾ തിയററ്റിക്കലി ഇറ്റ്സ് പോസിബിൾ, പക്ഷേ പ്രാക്ടിക്കലി ഉണ്ടാവുണ്ടോ എന്നുള്ളത് ഇസ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ടു പ്രൊവൈഡ് സേഫ് പ്രോഡക്ട്സ് ടു അവർ. അതിപ്പോൾ ചില നേരത്തെ ചില കെമിക്കൽസ് ഇപ്പോൾ ടോയ്സിൽ വരുന്നത്, അതിൽ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് അത് ചിൽഡ്രന് സേഫ് ആയിരിക്കണം. അല്ലാതെ അവർ അതിലിപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്തിട്ട് പിള്ളേർക്ക് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞതിൻ്റെ ഇതില്ല. ആ ഇതിലാണ് ശരിക്കും ഗവൺമെൻറ് റെസ്പോൺസ്. നമുക്കതൊരു ഹോസ്പിറ്റലിനോ ഒരു ഡോക്ടറിനോ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ടെസ്റ്റ് ചെയ്യാൻ, കോമ്പൗണ്ട്സ് യൂസ് ചെയ്യാൻ നമുക്കൊരു ഇതില്ല. ഇപ്പോൾ ഇസ് ദ ലിപ്സ്റ്റിക് യുവർ വൈഫ് ഇസ് യൂസിങ്, അല്ലെങ്കിൽ ഇസ് ദ ടോയ് യുവർ ചൈൽഡ് ഇസ് യൂസിങ്, അതിൽ സേഫ് ആണോ അല്ലെങ്കിൽ ആരും നോക്കണ്ടേ? നമുക്ക് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ? നമുക്ക് ആവശ്യം കൊടുത്തിട്ട് ഇല്ല. സോ അവിടെയാണ് ഗവൺമെൻറ് നമുക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് സേഫ് ആണോ അത് ചെക്ക് ചെയ്യുക, അതിന് റൂൾസ് ഉണ്ടാക്കുക. അപ്പോൾ ദാറ്റ് ഇസ് ദ. അപ്പോൾ ആണോ ലിപ്സ്റ്റിക് ഉണ്ടാക്കോ? തിയററ്റിക്കലി പോസിബിൾ ആണ്. കെമിക്കൽസ് ബാഡ് ആണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാം. ബട്ട് ഡയറക്റ്റ്ലി ഇപ്പോൾ നമ്മളൊരു ആവറേജ് ലിപ്സ്റ്റിക്കോ നെയിൽ പോളിഷ് യൂസ് ചെയ്തുകൊണ്ട് ക്യാൻസർ വരണമെന്നില്ല. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് മുളച്ച പൊട്ടറ്റോ അത് ക്യാൻസറിന് കാരണമാവും എന്നുള്ളത്, അത് ശരിയാണോ? സോഷ്യൽ മീഡിയയിൽ പലതും കേൾക്കാറുണ്ടല്ലോ, അത് കേട്ട് നമ്മൾ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തും. അപ്പോൾ അങ്ങനെ പല ഫുഡ്സും അങ്ങനെ ക്യാൻസേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷേ യെസ്, അതിൽ പൊട്ടറ്റോയുടെ ചില പാർട്സിൽ ചില ടോക്സിൻസ് ഉണ്ട്. അതുകൊണ്ട് ക്യാൻസർ അല്ല, വേറെ ടോക്സിസിറ്റിയാണ് അടിക്കുക. അതർ ദാൻ ദാറ്റ് നമുക്കിപ്പോൾ ഫുഡിലെ ക്യാൻസർ സ്പ്രെഡ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ബേസിക്കലി നോ. പക്ഷേ അത് നമ്മളിപ്പോൾ ഭയങ്കര സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിൽ കുറേ നമ്മളതിൻ്റെ ആ ഒരു ഫുൾ പിക്ചർ കിട്ടില്ല നമുക്ക്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പൊട്ടറ്റോ പെർസെ ക്യാൻസർ ഉണ്ടാക്കില്ല, പക്ഷേ തടി വെച്ച് ഒബീസിറ്റിയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ക്യാൻസറിനുള്ള സാധ്യത കൂടി തുടങ്ങും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണോ? ആണ്. ഫുഡ് കാരണമാണോ? ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സട്ടിലിറ്റി മനസ്സിലായില്ലേ? അതുപോലെ ചില കെമിക്കൽസ് നമ്മൾ ഫുഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ചില കെമിക്കൽസൊക്കെ യൂസ് ചെയ്യും. അവരെ നമ്മളുടെ ഫുഡിൽ ഇത്ര പാർട്സ് ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഇത്രയുടെ താഴെ ആയിരിക്കണം എന്നുണ്ട്. കാരണം കൂടും തോറും ചിലപ്പോൾ ക്യാൻസറിന് റിസ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കെമിക്കൽസ് ചിലപ്പോൾ ബാൻ ചെയ്തതായിരിക്കും. ചിലപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ ബാൻ, പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഗവൺമെൻറ് മനസ്സിലാക്കി നമ്മുടെ പീപ്പിളിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വേറെ നാട്ടിൽ നിന്ന് വേറെ സ്റ്റേറ്റ്സിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് അത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ചില കെമിക്കൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ മാത്രം ബാൻഡ് ആയിരിക്കും, അവിടെ ബാൻഡ് ആയിരിക്കില്ല. പക്ഷേ ആ ഇതായിട്ട് ഇവിടെ വന്നാലും അത് കഴിക്കുമ്പോൾ ചിലപ്പോൾ ക്യാൻസർ വരാം. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിയാലൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മുടെ ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് ഗുഡ് സേഫ് ഫുഡ് ഫോർ അവർ പീപ്പിൾ. ഈ ക്യാൻസറിന് ആൾക്കാർ പേടിച്ചിട്ട് ചികിത്സക്ക് തന്നെ പോകാറില്ല. അങ്ങനെ ചെയ്താൽ പ്രശ്നം തുടങ്ങുന്നത് അവിടെ നിന്നല്ല. പേഷ്യൻസിന് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി, ക്യാൻസർ ആവുമെന്ന് പേടിച്ചിട്ട് ഡോക്ടർമാരെ കാണിക്കില്ല. ഇനി എന്ത് അസുഖമാണെങ്കിലും അത് കൂടും. അതുപോലെ ഇനി അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞാലോ ചികിത്സയ്ക്ക് വരില്ല. ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ ഉണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ ചികിത്സിച്ചാൽ മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അത് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പടരാനും ചികിത്സിച്ച് ക്യൂറാക്കാൻ പറ്റാത്തൊരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ട്യൂമറിൻ്റെ സൈസ് കൂടുന്തോറും നമുക്ക് കൂടുതൽ ചികിത്സകൾ കൊടുക്കേണ്ടി വരും. പിന്നെ ചിലവ് കൂടിയെന്ന് തന്നെ പറയരുത്. ചികിത്സ അസുഖം വന്നാൽ ചികിത്സിക്കേണ്ടി വരും. ഇതിപ്പോൾ പരീക്ഷയിലെ മാർക്ക് പോകുമെന്ന് പേടിച്ചിട്ട് പരീക്ഷ എഴുതാതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എക്സാമിന് പൊട്ടുമെന്ന് പേടിച്ചു, എഴുതിയില്ല, അപ്പോൾ പൊട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സെയിം സിറ്റുവേഷൻ, നമ്മൾ ചെയ്യാതെ ഇരുന്നുകൊണ്ട് ഇല്ലാതെ ആവണില്ല സിറ്റുവേഷൻ. ട്രീറ്റ്മെൻറ്റ് ഡോക്ടറായിട്ട് സംസാരിക്കുക. ഡോക്ടറെ ബുദ്ധിമുട്ടുണ്ടാവും പലപ്പോഴും. പേഷ്യൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റേഡിയേഷൻ വേണമെന്ന് പറയുമ്പോൾ അവർ വന്നിട്ട് പേടിച്ചിട്ട് പറയും, അയ്യോ ഡോക്ടറെ കരിഞ്ഞു പോയില്ലേ? ഇല്ല, നിങ്ങളത് വിചാരിക്കണ പോലെയല്ല. പല ട്രീറ്റ്മെൻറ്റും വളരെ ഇപ്പോഴത്തെ മോഡേൺ മെഷീനിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ചില പേഷ്യൻസ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഒന്നും അറിഞ്ഞില്ലല്ലോ, ചികിത്സ പോകണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാശൊക്കെ മേടിച്ചു, ചികിത്സ നടക്കണുണ്ടോ? പിന്നെ നമ്മൾ പറയും വെയിറ്റ്, നമുക്ക് കാണിച്ചു തരാം എന്താണ് ഉണ്ടാവണമെന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. പിന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ കീമോ ആയാലും റേഡിയേഷൻ ആണെങ്കിലും സർജറി ആണെങ്കിലും മുമ്പ് നിങ്ങൾ കൺസെൻറ്റ് എടുക്കും, ഇങ്ങനെ സൈഡ് എഫക്റ്റ് ഉണ്ടാവാം എന്നുള്ളത്. അതൊരു ലീഗൽ റിക്വയർമെൻറ്റ്.
കൺസെൻറ്റ് എടുത്തിട്ടേ ചികിത്സിക്കാവൂ എന്ന് ലീഗൽ റിക്വയർമെൻ്റ് ഉള്ള കാരണം ഞങ്ങൾ കൺസെൻറ്റ് എടുത്തിട്ടേ ട്രീറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഈ കൺസെൻറ്റ് എടുക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുമെന്നല്ല. ഓക്കെ, കോമൺ ചിന്ന സൈഡ് എഫക്ട്സ് കോമൺ ആയിട്ടുണ്ടാവും. സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് അത്ര കോമൺ ആയിരിക്കും, റയർ ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇത് അറിഞ്ഞിരുന്നു ഞങ്ങൾ ചെയ്യില്ല എന്നാണ് ആൾക്കാർ പിന്നെ പറയാം. പക്ഷേ ഇറ്റ് ഈസ് യൂഷ്വലി ഒരു റയർ സൈഡ്. ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നുകൊണ്ട് അസുഖം മാറിപ്പോ അയ്യോ ഇയാൾക്ക് പേടിയല്ല എന്നാൽ പിന്നെ ഞാൻ വളരില്ല, അവർക്ക് ക്യാൻസർ അവിടെ ഇരിക്കും, വളരും, വലുതാവും, പ്രശ്നങ്ങളായി ഭയങ്കര വേദന അല്ലെങ്കിൽ എന്തെങ്കിലും പറയും. അപ്പോൾ പേഷ്യൻ്റ് വന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കും, ഡോക്ടറെ ഇനി എനിക്ക് കീമോ തന്നേ പറ്റൂ. ആ ഒരു ലെവൽ ആവാതെ നോക്കണത് പേഷ്യൻ്റ് നല്ലത്. അറിഞ്ഞാൽ ഉടനെ ചികിത്സ ചെയ്യാം അല്ലേ? ഓക്കെ. എന്തായാലും ക്യാൻസർ അവിടെ മിണ്ടാണ്ട് ഒതുങ്ങി നിൽക്കാനൊന്നും പോകണമെന്നില്ല.